മഴതോരും മുൻപേടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഔതുക്കുട്ടിയും സ്റ്റാൻലിയും കൂടി ചർച്ച ചെയ്യാൻ കേട്ടോ മനുവും അലീനയും തമ്മിലുള്ള ബന്ധം. മനുവിൻ്റെ വരവ് പോക്ക് തീരെ ഇഷ്ടമായിട്ടില്ല സ്റ്റാൻലിക്ക്. സ്റ്റാൻലിയോട് ഔതുക്കുട്ടി പറഞ്ഞു, നീ എന്തായാലും ഇതിലിടപെടണ്ട, നിനക്കൊന്നും സംസാരിക്കാൻ അറിയില്ല. നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ അവളോട് സാവധാനം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നീ ഇടപെടിന്ന് പോയി സംസാരിച്ച് അവളുടെ മുന്നിൽ തോറ്റു പോകണ്ട. നിനക്കറിയാമല്ലോ അലീനയുടെ സ്വഭാവം. വ്യക്തമായ നിലപാടുള്ള പെണ്ണാണ് അലീന. അതുകൊണ്ട് തന്നെ അവളുടെ ഇഷ്ടങ്ങളെ ആർക്കും തന്നെ തിരുത്തുവാനും കഴിയില്ല. അവരുടെ പ്രണയം കണ്ടിട്ട് അത്ര മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ സ്റ്റാൻലി. നല്ല പക്വതയും നല്ല മര്യാദയുമുള്ള പയ്യനാണ്. അവരുടെ രണ്ടുപേരുടെയും പെരുമാറ്റവും നല്ല മര്യാദയുള്ളതാണ്. എന്തു തന്നെയായാലും അപ്പ, എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്വപ്നം തന്നെ അലീനയുടെ കല്യാണമാണ്. അവളെ നല്ലൊരു രാജകുമാരനെ കൊണ്ട് തന്നെ എനിക്ക് കല്യാണം കഴിപ്പിക്കണം. പക്ഷേ അത് ക്രിസ്ത്യൻ പയ്യൻ തന്നെ ആയിരിക്കണം. അതെനിക്ക് നിർബന്ധമുണ്ട്. എൻ്റെ മകൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തുള്ള ഒരു കുടുംബത്തിലായിരിക്കും ഞാൻ അവളെ അയക്കാൻ പോകുന്നത്. അതുകൊണ്ട് അപ്പനൊന്ന് സംസാരിക്കണം അവളോട്, എല്ലാം മറക്കുവാൻ വേണ്ടി. അലീന അടുക്കളയിൽ നിന്നും പച്ചക്കറികൾ അരിയുമ്പോൾ ഔതുക്കുട്ടി അടുത്ത് ചെല്ലുകയാണ് കേട്ടോ. അലീനയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനുവിനെക്കുറിച്ചൊക്കെ ചോദിച്ചു തുടങ്ങി. അലീനയ്ക്ക് മനസ്സിലായി മനുവേട്ടനെയും എന്നെയും കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടിയാണ് വല്യപ്പച്ചൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഔതുക്കുട്ടി ചോദിച്ചു, മോളെ, നിനക്ക് മനുവിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമില്ലേ? അപ്പോൾ അലീന പറഞ്ഞു, അത് പിന്നെ വല്യപ്പച്ച, ഞാൻ അതുപോലത്തെ ഒരു സാഹചര്യത്തിലായിരുന്നല്ലോ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് കല്യാണത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ മനുവേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മനുവേട്ടൻ്റെ സ്നേഹത്തെ തള്ളിക്കളയാൻ എനിക്കൊരിക്കലും കഴിയില്ല. ഞാൻ വേലക്കാരിയായി മാത്രം ജീവിച്ചിരുന്നപ്പോൾ, ഞാൻ ആരാണെന്ന് സത്യം അറിയാതിരുന്നപ്പോൾ എന്നെ സ്നേഹിച്ച ആളാണ് മനുവേട്ടൻ. അതുകൊണ്ട് തന്നെ എന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ സ്നേഹം മാത്രമാണ് മനുവേട്ടന് വേണ്ടത്. പക്ഷെ മോളെ, നീയൊരു ക്രിസ്ത്യാനിയായിട്ടില്ല ഇതുവരെ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ മനുവായിട്ടുള്ള ബന്ധം ശരിയാകുമോ? അങ്ങനെയൊന്നുമില്ല വല്യപ്പച്ച. ഒറ്റ മതം മാത്രമേ ഉള്ളൂ, അത് മനുഷ്യരാണ്. എന്നെ എൻ്റെ ബ്രീത്താമമ്മി ക്രിസ്ത്യാനിയെ വളർത്തുമ്പോൾ എൻ്റെ പപ്പ ഒരു ക്രിസ്ത്യാനിയാണെന്ന് ബ്രീത്താമമ്മിക്ക് അറിയില്ലായിരുന്നു. എന്നെ ക്രിസ്ത്യനായും എൻ്റെ രേവതിക്കുട്ടി ഹിന്ദുവായും ബ്രീത്താമമ്മി വളർത്തിയത് എന്തിനാണെന്നറിയാമോ വല്യപ്പച്ചന്? ഹിന്ദുവും ക്രിസ്ത്യനും തമ്മിൽ പരസ്പരം സ്നേഹിച്ച് വളരുവാൻ വേണ്ടി. എൻ്റെ സ്വന്തം കൂടപ്പിറപ്പുകളേക്കാൾ ഒരുപടി മുമ്പിലാണ് രേവതിക്കുട്ടിക്ക് എൻ്റെ മനസ്സിലുള്ള സ്ഥാനം. ഞങ്ങൾ രണ്ടുപേരും ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ് ജീവിച്ചത്. അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ ഒന്നും തന്നെയില്ല. മനു ആദ്യമായി അനാഥാലയത്തിൽ ചെന്ന് അലീനയെ കൂട്ടിക്കൊണ്ട് വന്നത് മുതൽ അതിനുശേഷമുണ്ടായ എല്ലാ കാര്യങ്ങളും വിശദമായി അലീന ഔതുക്കുട്ടിയെ വിവരിച്ച് കേൾപ്പിച്ചു. അതിനുശേഷം ഔതുക്കുട്ടിക്ക് അലീനയോട് ഒന്നും തന്നെ പറയാനില്ലായിരുന്നു. അലീനയുടെ മൂർച്ചയുള്ള വാക്കുകൾക്ക് മുൻപിൽ ഔതുക്കുട്ടി തോറ്റുപോയി എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ തിരിച്ചുപോയി. സ്റ്റാൻലിയോട് ഇനി എന്തു പറയുമെന്നതായിരുന്നു ഔതുക്കുട്ടിയുടെ ചിന്ത. അലീനയെ പോയി കണ്ടു വന്നതിന് ശേഷം മനുവിൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. അലീനയെ നഷ്ടപ്പെടുമോ എന്നതായിരുന്നു മനുവിൻ്റെ ഭയം. മുൻപായിരുന്നെങ്കിൽ ബാലേന്ദ്രനങ്ങളുടെ സമ്മതം മാത്രം മതിയായിരുന്നു അലീനയെ വിവാഹം കഴിക്കാൻ. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല. അലീനയ്ക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളൊക്കെ ആയിരിക്കുന്നു. രാത്രിയായപ്പോൾ രേവതിക്കുട്ടി അലീനയെ വിളിക്കാൻ കേട്ടോ. അലീന മനു കാണാമെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ കൂടെ ഔതുക്കുട്ടിക്കും സ്റ്റാൻലിക്കും മനുവുമായുള്ള ബന്ധം ഇഷ്ടപ്പെടുന്നില്ല എന്നും രേവതിക്കുട്ടിയോട് പറഞ്ഞു. ദേ അലീന ചേച്ചി, ഈ പപ്പയും വല്യപ്പച്ചനൊക്കെ എന്നാ ചേച്ചിക്കുണ്ടായത്? ഈ അടുത്ത നാളല്ലേ? അതിനു മുൻപ് എല്ലാമായിരുന്നില്ലേ മനുവേട്ടൻ? എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് ചേച്ചിക്ക്? ചേച്ചി എന്തൊരു ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മനുവേട്ടനെ തള്ളിക്കളയരുത് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യുമോ മോളെ? എന്തൊക്കെ സ്ഥാനമാനങ്ങൾ കിട്ടിയാലും വന്ന വഴി മറക്കാൻ നമുക്കൊക്കെ കഴിയുമോ? പിന്നെ വേറെന്തൊക്കെ ചേച്ചി വിശേഷങ്ങൾ? അവിടെ ഇപ്പോൾ സെറ്റായോ? വല്യപ്പച്ചനുമായി നല്ല കൂട്ടായല്ലേ? അതേ മോളെ, വല്യപ്പച്ചനാണ് എൻ്റെ ഏക ഒരു ആശ്വാസം. പിന്നെ എൻ്റെ പപ്പയ്ക്ക് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ പ്രകടിപ്പിക്കില്ല. ഞാൻ വരുന്നതിന് മുൻപ് എൻ്റെ വല്യപ്പച്ചൻ പുനലൂർക്ക് മാത്രമേ നിൽക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷമാണ് ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കാൻ തുടങ്ങിയത്. പുനലൂരോ? അവിടെയാണോ ചേച്ചി വല്യപ്പച്ചൻ്റെ വീട്? അതെ, പുനലൂരെന്നാ വല്യപ്പച്ചൻ പറഞ്ഞേ. എന്നെ ഒരു ദിവസം കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പപ്പയുടെ സഹോദരന്മാർക്കൊന്നും എന്നെ അത്ര പിടിക്കില്ല. അത് പേടിച്ചിട്ടാണ് വല്യപ്പച്ചനെ കൊണ്ടുപോകാത്തത്. പണ്ടത്തെ വലിയ പുലിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ സ്വത്തുക്കളൊക്കെ എല്ലാവർക്കും എഴുതി കൊടുത്തത് കൊണ്ട് തന്നെ വല്യപ്പച്ചൻ ഇപ്പോൾ അവിടെ വലിയ റോളില്ല. എങ്കിലും എന്നെ ഒരു ദിവസം കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കാണെങ്കിൽ അവിടേക്ക് ഒന്ന് പോയി കാണണമെന്നൊക്കെ ഉണ്ട്. എൻ്റെ പപ്പ ജനിച്ചു വളർന്ന വീടല്ലേ, അത് കാണണമെന്ന് എനിക്കൊരാഗ്രഹം. ചേച്ചി, പുനലൂർ തന്നെയാണ് ഷെറിൻ ചേച്ചിയുടെ വീടും. ഷെറിൻ ചേച്ചിയുടെ കുഞ്ഞിനെക്കുറിച്ച് ഞങ്ങളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാനന്ന് പറഞ്ഞിരുന്നില്ലേ? ടോണി ചേട്ടനും മാക്സിമം സഹായിക്കുന്നുണ്ട്. എങ്കിലും ചേച്ചിയുടെ വല്യപ്പച്ചൻ വഴിയും ഒന്ന് അന്വേഷിക്കാൻ കഴിയുമോ? ചേച്ചിയുടെ വല്യപ്പച്ചനാണെങ്കിൽ അവിടുത്തെ വലിയ ആൾക്കാരായിരിക്കില്ലേ? അതുകൊണ്ട് ഒരുപാട് ബന്ധങ്ങളും ഏത് വഴിക്ക് വേണമെങ്കിലും അന്വേഷിക്കാനൊക്കെയുള്ള കഴിവുണ്ടാകുമല്ലോ.
അതിപ്പോൾ മോളെ പുനലൂർ എന്ന സ്ഥലം മാത്രം ഉണ്ടായിട്ട് എന്താ കാര്യം? ഇതിപ്പോൾ എവിടെയാ എങ്ങനെയാ ഒന്നും അറിയില്ലല്ലോ. ഒരുപാട് ദൂരെയാണെങ്കിലോ? അത്ര ദൂരോട്ടൊക്കെ ഇപ്പം വല്യപ്പച്ചൻ അറിയാൻ വഴിയുണ്ടോ? ചിലപ്പോൾ പറയാൻ പറ്റില്ല ചേച്ചി. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാലോ? ഒരുപാട് പ്രായമുള്ള ആളല്ലേ, ഒരുപാട് ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകും. ഞാൻ അവിടുത്തെ അഡ്രസ്സൊക്കെ പറഞ്ഞുതരാം, അവിടുത്തെ എല്ലാ ആൾക്കാരുടെ പേരും ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ വല്യപ്പച്ചൻ ചിലപ്പോൾ എളുപ്പമാവും. ചേച്ചി ഒന്ന് പറഞ്ഞു നോക്ക്. ഞാനെന്തായാലും വല്യപ്പച്ചനോട് പറയാം മോളെ. വല്യപ്പച്ചൻ അറിയാവുന്നതാണെങ്കിൽ എന്തായാലും സഹായിക്കാതിരിക്കില്ല. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടി ഓടിച്ചെന്ന് ഗ്രേസമ്മയോട് അലീനയുടെ വിശേഷങ്ങൾ പറയുകയാണ് കേട്ടോ. ചേച്ചി അവിടെ നിന്നും ഇറക്കി വിടാൻ വേണ്ടി വന്ന വല്യപ്പച്ചനുണ്ടല്ലോ, ഇപ്പോൾ നല്ല സ്നേഹത്തിലാണ്. ഇപ്പോൾ ചേച്ചിയുടെ കൂടെ തന്നെയാണ് താമസം, തിരിച്ചു പോകുന്നേ ഇല്ല. അത് പിന്നെ അലീനയെ ആർക്കാ ഇഷ്ടമാവാത്തത്? കൊല്ലാൻ വരുന്നവർ പോലും അലീനയെ സ്നേഹിച്ച് അലീനയുടെ കൂടെ നിൽക്കും. പക്ഷേ അലീന ചേച്ചിയുടെ പപ്പയുണ്ടല്ലോ, ഭയങ്കര ഗൗരവക്കാരനാ. ഇതുവരെ ചേച്ചിയുടെ സ്നേഹത്തിൽ സംസാരിച്ചിട്ട് പോലും ഇല്ലെന്ന്. ആണോ? ഗ്രേസമ്മ അതിശയത്തോടെ ചോദിച്ചു. പഴയ കേണലായിരുന്നു, അതിൻ്റെ ഗൗരവമാണത്രേ. ഒരു സ്റ്റാൻലി ജോസഫ്. സ്റ്റാൻലി ജോസഫോ? ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എവിടെയാണെന്നൊരു ഓർമ്മ കിട്ടുന്നില്ലല്ലോ, ഗ്രേസമ്മ പറഞ്ഞു. എന്താ, ആൻറ്റിയുടെ വല്ല ബന്ധുവുമാണോ ഈ സ്റ്റാൻലി ജോസഫ്? രേവതി കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്ന് പോടി, എൻ്റെ ബന്ധുക്കാരെ ഞാൻ മറക്കുമോ? അതൊന്നല്ല, എവിടെയോ നല്ല കേട്ടു പരിചയമുണ്ട്, പക്ഷെ ആരാന്ന് ഓർമ്മ കിട്ടുന്നില്ല എനിക്ക്. അപ്പോൾ ശരി, ആൻറ്റി ഏതായാലും നന്നായി ഓർമ്മ വെച്ചിട്ട് നാളെ പറഞ്ഞതാ ഈ സ്റ്റാൻലി ജോസഫ് ആരാണെന്ന്. പിന്നെ ആൻറ്റി, വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമുക്ക് ഷെറിൻ ചേച്ചിൻ്റെ കുഞ്ഞിനെ കണ്ടെത്തുവാൻ വേണ്ടിയേ മറ്റൊരു മാർഗം കൂടെ തെളിഞ്ഞിട്ടുണ്ട്. ഈ അലീന ചേച്ചിയുടെ വല്യപ്പച്ചനുണ്ടല്ലോ, അദ്ദേഹം പുനലൂരുള്ള ആളാണ്. പുനലൂർ എല്ലാ ഭാഗവും നല്ല പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് ഷെറിൻ ചേച്ചിൻ്റെ കുഞ്ഞിനെ പറ്റി ഒന്ന് അന്വേഷിക്കാൻ പറ്റുമോ എന്നുള്ളത്. ആദ്യം ഷെറിൻ ചേച്ചി അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ പിന്നെ എങ്ങനെയെങ്കിലും കുഞ്ഞിനെ പറ്റി അന്വേഷിക്കാമല്ലോ. പുനലൂരാണോ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്? അപ്പോൾ അവിടെ എവിടെയോ ആണ് എനിക്ക് സ്റ്റാൻലി ജോസഫിനെ അറിയാവുന്നത്. എന്തോ തെളിഞ്ഞു വരുന്നുണ്ടല്ലോ. നിനക്ക് രേവതിക്കുട്ടി, നീ ചോദിച്ചു നോക്കിയേ എന്താണ് അവരുടെ വീട്ടുപേരെന്ന്. അതിപ്പോൾ അലീന ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. കൊട്ടാരമറ്റം അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. കൊട്ടാരമറ്റമെന്നോ? മോളെ, നീ ഇപ്പം തന്നെ അലീനെ വിളിക്കുക. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സ്റ്റാൻലി ജോസഫ് ആരാണെന്നുള്ളത്. ഷെറിൻ്റെ വായിൽ നിന്നും ഞാൻ ആ പേര് കേട്ടിട്ടുണ്ട്. രേവതിക്കുട്ടി, കൊട്ടാരമറ്റം എന്ന് തന്നെയാണ് ഷെറിൻ്റെയും വീട്ടുപേര്. നീ പെട്ടെന്ന് അലീനയെ വിളിച്ചേ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഗ്രേസ് ആൻറ്റി, അപ്പോൾ ഷെറിൻ ചേച്ചിയുടെ അമ്മയുടെ പേരെന്താ? ചിന്നമ്മ എന്നാണ് മോളെ പേര്. ആണോ? അപ്പോൾ അച്ഛൻ്റെ പേരെന്താ? ഔതുക്കുട്ടി. രേവതിക്കുട്ടി അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്താ മോളെ? ഗ്രേസമ്മ ചോദിച്ചു. ആൻറ്റി, അലീന ചേച്ചി എന്നോട് പറഞ്ഞിട്ടുള്ളത് അലീന ചേച്ചിയുടെ വല്യപ്പച്ചൻ്റെ പേര് ഔതുക്കുട്ടി എന്നും വല്യമ്മയുടെ പേര് ചിന്നമ്മ എന്നുമാണ്. സത്യമാണ് രേവതിക്കുട്ടി? അതെ ആൻറ്റി, കഴിഞ്ഞ ദിവസം കൂടി അലീന ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു. ചേച്ചിയെ വല്യപ്പച്ചൻ ഇടയ്ക്ക് ചിന്നമ്മ എന്നാണ് അത്ര വിളിക്കുന്നത്. അതായത് വല്യപ്പച്ചൻ്റെ ഭാര്യയുടെ അതേ മുഖച്ഛായയാണ് ചേച്ചിക്ക് എന്ന് വല്യപ്പച്ചൻ എപ്പോഴും പറയാറുണ്ടത്രേ. എൻ്റെ മോളെ, അപ്പോൾ അലീന ഷെറിൻ്റെ ചേട്ടൻ്റെ മകളാണല്ലേ? ഇതെന്തൊരു അതിശയമാണ് ആൻറ്റി. നമ്മളിത് സ്വപ്നം കാണുന്നതാണോ? ഇതെന്തൊക്കെയാണ് നടക്കുന്നത്? ഒന്നും വിശ്വസിക്കാനാവുന്നില്ലല്ലോ. രേവതിക്കുട്ടി സോഫയിലേക്ക് ചാരിയിരുന്നു. ഇതുകൊണ്ടാണ് മോളെ സ്റ്റാൻലി ജോസഫ് എന്ന പേര് കേട്ടപ്പോൾ മുതൽ എവിടെയോ കേട്ട പോലെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. മുൻപൊരിക്കൽ ഷെറിൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മൂത്ത ചേട്ടൻ കേണലായിരുന്നു എന്ന്. ഞാൻ ഈ സന്തോഷ വാർത്ത എത്രയും പെട്ടെന്ന് അലീന ചേച്ചിയെ വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി വീണ്ടും ഫോണെടുത്ത് അലീനയെ വിളിച്ചു. അലീന ഫോണെടുത്ത് രേവതിയോട് ചോദിച്ചു, എന്താടി നീ വീണ്ടും വിളിച്ചേ? ചേച്ചി, ഞാനൊരു വലിയ കാര്യം പറയാൻ പോവാണ്. വലിയ ബോംബാണ്. എന്താടേ കാര്യം പറ. ചേച്ചി ഞെട്ടരുത് കേട്ടോ. ഞെട്ടി അവിടെ നിന്ന് വീണ് പോവല്ലേ. അത്രയും വലിയ കാര്യം ഞാൻ പറയാൻ പോകുന്നത്. അലീന ചേച്ചി, ഈ ഷെറിൻ ചേച്ചി ആരാണെന്നറിയാമോ? ചേച്ചിയുടെ പപ്പയുടെ സ്വന്തം അനുജത്തി. അത് ചേച്ചി, ഷെറിൻ ചേച്ചിയുടെ വീട്ടുപേര് കൊട്ടാരമറ്റം, അച്ഛൻ്റെ പേര് ഔതക്കുട്ടി, അമ്മയുടെ പേര് ചിന്നമ്മ, പിന്നെ എല്ലാ സഹോദരന്മാരുടെ പേരും ചേച്ചിയുടെ പപ്പയുടെ സഹോദരന്മാരുടെ അതേ പേര് തന്നെയാണ്. പിന്നെ ഷെറിൻ ചേച്ചിക്ക് ഒരു മൂത്ത സഹോദരൻ ഉണ്ടായിരുന്നുവെന്നും അത് കേണലായിരുന്നു എന്നും ഗ്രേസാൻ്റെ അടുത്ത് മുൻപ് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻലി ജോസഫ് എന്ന പേരും പറഞ്ഞിട്ടുണ്ട്. ആണോ രേവതിക്കുട്ടി? അലീനയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു. അപ്പോൾ എൻ്റെ സ്വന്തം ഇളയമ്മയാണല്ലേ ഷെറിൻ ചേച്ചി? അതെ ചേച്ചി. ഇനിയിപ്പോൾ ഷെറിൻ ചേച്ചിൻ്റെ കുഞ്ഞിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ചേച്ചി മാത്രം വിചാരിച്ചാൽ പോരെ. ഇനി ഒന്നും പേടിക്കാനില്ല. ചേച്ചി എത്രയും പെട്ടെന്ന് ഷെറിൻ ചേച്ചിയെ കാണാൻ പോകണം. തീർച്ചയായും മോളെ, ഞാൻ നാളെ തന്നെ വല്യപ്പച്ചനോട് എന്നെ എത്രയും പെട്ടെന്ന് പുനലൂർ കൊണ്ടുപോകണമെന്ന് ഞാൻ പറയാം. ഇപ്പോൾ വല്യപ്പച്ചൻ കിടന്ന് കാണും. ഞാൻ നാളെ സംസാരിക്കാം കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടിയും മലീനയും ഫോണ് കട്ട് ചെയ്തു. ഉറങ്ങാൻ കിടന്നിട്ട് രണ്ടുപേർക്കും ഉറക്കം വന്നതേയില്ല. ഗ്രേസമ്മയ്ക്കും വന്നില്ല. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അടുക്കളയിലേക്ക് ഔതുക്കുട്ടി വന്നു. അപ്പോൾ അലീന ചോദിച്ചു, വല്യപ്പച്ച എന്നെ എപ്പോഴാ പുനലൂർക്ക് കൊണ്ടുപോകുന്നേ? അത് പിന്നെ മോളെ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിന്നെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ അവർക്കാർക്കും നിന്നെ വലിയ താല്പര്യമില്ല. ഞാനവിടെ കൂട്ടിക്കൊണ്ടു പോയാൽ അവർ വല്ലതും പറഞ്ഞാൽ മോൾ അതൊക്കെ കേൾക്കണ്ടേ? എന്നെ അവർ അടിക്കുമൊന്നുമില്ലല്ലോ. അടിക്കുമൊന്നുമില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ പറയില്ലേ? അത് സാരമില്ല, അതൊക്കെ ഞാൻ കേട്ടോളാം. ആട്ടെ, അവിടെ ആരൊക്കെയുണ്ട്?
അവിടെ ഇപ്പോൾ എൻ്റെ ഇളയ മകൻ റോബിച്ചായനും അവൻ്റെ ഭാര്യയും പിന്നെ എൻ്റെ ഇളയ മകൾ ഷെറിനുമാണ്. ഈ ഷെറിൻ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞു, ദുബായിലായിരുന്നു. എന്താ ഭർത്താവിൻ്റെ പേര്? ടോണി. ഇത്രയും കേട്ടപ്പോഴേക്കും അലീനയ്ക്ക് ബോധ്യമായി ഷെറിൻ ചേച്ചി മറ്റാരുമല്ല എൻ്റെ സ്വന്തം ഇളയമ തന്നെയാണെന്ന്. എനിക്ക് ഷെറിൻ ചേച്ചിനെ കാണണമായിരുന്നു വല്യപ്പച്ച. ഷെറിൻ ചേച്ചി കുട്ടികളുണ്ടോ? ഇല്ല, ഇതുവരെ ആയില്ല. അപ്പോൾ ഷെറിൻ ചേച്ചിൻ്റെ ഹസ്ബൻഡ് ദുബായിലാണോ? അല്ല, ഇപ്പോൾ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ ഷെറിൻ ചേച്ചിൻ്റെ ഹസ്ബൻഡും ഇവിടെ ഒന്ന് താമസിക്കുമോ? ഇല്ല, അവൻ അവൻ്റെ വീട്ടില. അതെന്താ വല്യപ്പച്ച, അവരൊന്നിച്ചല്ലേ താമസിക്കുന്നേ? അതിപ്പോൾ മോളെ, ടോണി ഇപ്പോൾ അവളെ കാണാൻ വരാറൊന്നുമില്ല. അവർ പിരിഞ്ഞതുപോലെയാണ്. പിരിയാനോ? അതെന്താ കാരണം വല്യപ്പച്ച? അലീന ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു. അതൊക്കെ മോളെ ഞാൻ പിന്നെ പറയാം. ഷെറിൻ്റെ കല്യാണം കഴിഞ്ഞത് മുതൽ ഈ വല്യപ്പച്ചൻ സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഞാൻ വിശദമായി എല്ലാം മോളോട് പിന്നീട് പറയാം കേട്ടോ. ഷെറിൻ ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴേ വല്യപ്പച്ചൻ്റെ മുഖം മാറിയെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അവധക്കുട്ടി ഒന്നും പറയാതെ വിഷമത്തോടെ അലീനയുടെ മുമ്പിൽ നിന്നും മാറിപ്പോയി. മഴതോരും മുൻപയുടെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ബായ്.